ഉൽപ്പത്തി പുസ്തകമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രാരംഭമായിട്ട് ചിന്തിച്ചത്. അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവം അബ്രഹാമിനെ തന്റെ പിതാവായിരിക്കുന്ന തേരഹ് മരിച്ചതിന് ശേഷം ഹാരാനിൽ വെച്ച് വിളിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത് 12-ാം അധ്യായത്തിൽ. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് സ്തെഫാനസിന്റെ പ്രസംഗം നമ്മൾ കാണുന്നുണ്ട്. ആ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം നമ്മൾ സ്തെഫാനസിന്റെ പ്രസംഗം പഠിക്കുമ്പോൾ അവിടെ സ്തെഫാനോസ് പറയുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനസിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് തന്നെ ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചിരുന്നു. അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിരുന്നു. അതുകൊണ്ട് എന്നാൽ അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടപ്പോൾ തന്നെ ഈ കനാനിലേക്ക് ഉള്ള യാത്രയാണ് എന്ന് പറഞ്ഞ് ആ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയത് അബ്രഹാമല്ല, അബ്രഹാമിന്റെ പിതാവായിരുന്നു. അബ്രഹാമിന്റെ പിതാവായ തേരഹായിരുന്നു. അപ്പൊ തേരഹ് മരിച്ചതിന് ശേഷമാണ്, തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ആ തേരഹ് മരിച്ചതിന് ശേഷമാണ് പിന്നീട് ദൈവം അബ്രഹാമിനെ പിന്നെയും വിളിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ആത്മീയ കാര്യം നമ്മൾ കാണുകയുണ്ടായി. ദൈവിക കാര്യത്തിന് ആദ്യമേ ഇറങ്ങി പുറപ്പെടുന്നത്, നമ്മുടെ ആത്മാവിനേക്കാൾ മുൻപിൽ ഇറങ്ങി പുറപ്പെടുന്നത് നമ്മുടെ ദേഹിയായിരിക്കും. പെട്ടെന്നുള്ള പ്രതികരണം വരുന്നത് ദേഹിയിൽ നിന്നായിരിക്കും. ദേഹി തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായ ആദാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആദാമിന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം മൂകി ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ഈ ദേഹി ശരിയല്ല എന്നോ അത് പൊല്യൂട്ടഡ് ആണെന്നോ അല്ല ഞാൻ പറഞ്ഞൊരു താല്പര്യം. നേരെ മറിച്ച് ആദാം പാപം ചെയ്യുന്നതിന് മുൻപ് വരെ ഈ ദേഹി ഇപ്പോഴത്തെ നമ്മുടെ ദേഹി പോലുള്ള ദേഹി അല്ലായിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തത് കൊണ്ടാണ് ദേഹി മലിനമായി പോയതും ആ ദേഹിക്ക് പറയുന്ന, ആ ദേഹിയും ശരീരവും കൂടെ കൂടുന്ന ഒരു സംവിധാനം, ഒരു ക്രമം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ജഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും നമുക്ക് അറിയാം എന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ആത്മീയ കാര്യത്തിലായാലും അല്ലാത്ത കാര്യത്തിലായാലും പെട്ടെന്ന് നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ വരുന്നതും നമ്മുടെ ദേഹിയിൽ നിന്നായിരിക്കും. ഇവിടെ ആ അബ്രഹാമിന്റെ കാര്യത്തിലും ഇത് അബ്രഹാമിന്റെ പിതാവായിരിക്കുന്ന തേരഹ് ആണ് ആദ്യം പുറപ്പെടുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ ദേഹിയിൽ നിന്നുള്ള താല്പര്യങ്ങളായിരിക്കും ആത്മീയ കാര്യത്തിലാണെങ്കിൽ പോലും ആദ്യമേ മുൻകൈ എടുത്ത് ഇറങ്ങുന്നത്. അത് പക്ഷേ അധികം നാൾ നിലനിൽക്കത്തില്ല. ആത്മാവിൽ നിന്നുള്ളത് മാത്രമേ സ്ഥായിയായി സ്ഥിരമായി നിലനിൽക്കാൻ ഇടയുള്ളൂ. അപ്പോ ഈ ഹാരാനിൽ വന്ന് പാർത്തപ്പോ സംഭവിച്ച കാര്യം, തന്റെ പിതാവായ തേരഹ് മരിച്ചു. ഈ തേരഹ് മരിച്ചതിന് ശേഷമാണ് ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നത്. ഈ തേരഹ് മരിക്കാതെ ഇരിക്കുന്നിടത്തോളം സമയം അബ്രഹാമിനോട് ആത്മീയമായ കാര്യത്തിൽ ദൈവത്തിന് ആത്മീയമായ കാര്യം അബ്രഹാമിനോട് ഇടപെടാൻ കഴിയത്തില്ല എന്ന സത്യം നമ്മൾ ഇന്ന് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം ഈ തേരഹ് മരിച്ചതിന് ശേഷം ഹാരാനിൽ വെച്ച് പിന്നെയും ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോക എന്നാണ് ദൈവം അവിടെ ഹാരാനിൽ വെച്ച് പറയുന്നത്. എന്നിട്ട് ദൈവം പറയുന്നത് 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 3 കാര്യം അബ്രഹാമിന് പറയുന്നുണ്ട്. 3 കാര്യം പറയുന്നുണ്ട്. അത് 3 പ്രോമിസാണ്, 3 വാഗ്ദത്തങ്ങളാണ്. ദൈവം അബ്രഹാമിനോട് തന്ന 3 പ്രോമിസാണ്. ഒന്നാമത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഏകനായിട്ട് ആണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ അബ്രഹാമിന് മക്കൾ ആരുമില്ല, ഒരു മക്കൾ പോലും ഉണ്ടായിട്ടില്ല. അബ്രഹാമിന്റെ ഭാര്യയായ സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല. അപ്പൊ ഏകനായിട്ട് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. മക്കൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. രണ്ടാമത്തെ വാഗ്ദത്തം, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും.
അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നവന്റെ പേര് അവൻ വലുതാക്കണ്ട, ദൈവം തന്നെ വലുതാക്കും. പലരും പേര് വലുതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ ഇതിന് മുൻപ് നമ്മൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിതിട്ട് അവരും ഒരു പേരിന് വേണ്ടി ആഗ്രഹിക്കുന്നു. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടിയൊക്കെ ഇന്ന് ലോകത്തിൽ പല ലോകമനുഷ്യരും, അതുപോലെ തന്നെ ഈ നാമധേയ ക്രിസ്ത്യാനികളുടെ ഇടയിലും അല്ലെങ്കിൽ ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരുടെ കൂട്ടത്തിലും കസേരയ്ക്ക് വേണ്ടിയും പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടിയും ഉള്ള വടംവലികൾ വളരെ മരം നീക്കി നമ്മൾ വെളിപ്പെടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ അബ്രഹാമിന്റെ ദൈവം പറയുന്നത്, ഞാനാണ് നിന്നെ അനുഗ്രഹിക്കേണ്ടതും നിന്റെ പേര് വലുതാക്കേണ്ടതും, നീ സ്വന്തം അല്ല. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. മൂന്നാമത്തെ വാക്തത്വം, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അന്ന് തന്നെ ഭൂമിയിൽ ഒത്തിരി ജാതികളുണ്ട്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ജലപ്രളയത്തിന് ശേഷം ഈ ആളുകള് ഈ പിരിഞ്ഞു പോകുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജലപ്രളയത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞുപോയി. ഓരോ ഗ്രൂപ്പായിട്ട്, ഓരോ കൂട്ടമായിട്ട് ആളുകൾ പിരിഞ്ഞുപോയി. അപ്പൊ അന്നും ജാതികൾ ഉണ്ട്. ജാതികൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോയവരെയാണ് ആ കാലത്തെ ജാതികൾ എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് ജാതികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ജാതികളെന്നും ഒന്ന് ഇസ്രായേലിൽ നിന്നും. അപ്പൊ ഇസ്രായേൽ അല്ലാത്തവരെ എല്ലാവരെയും വിളിക്കുന്ന ഒരു പേരാണ് ജാതികൾ. അപ്പോ അതില് ഈ ജാതികൾ എന്നുള്ളതിൽ ഇസ്രായേൽ അല്ലാത്ത എല്ലാവരും ജാതികളും. ആ ജാതികൾ എന്നതിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടുന്നത് ജാതികൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഗലാത്യലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ സത്യം കാണുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുന്ന ഈ വാഗ്ദത്തം നമ്മൾ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസിനാൽ ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് അറിയിച്ചപ്പോൾ എന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അപ്പോ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ സുവിശേഷമാണ്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ 3 വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഈ 3-ൽ ഒന്നുപോലും ഫുൾഫില്ലായി, അല്ല പൂർത്തിയായി എന്നുള്ളതല്ല, ഭാവി കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യും 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ചെയ്തു ഇരിക്കുന്നു, ചെയ്തു കഴിഞ്ഞു എന്നല്ല, ചെയ്യും. ദൈവം പിതാക്കന്മാരോട് ചെയ്ത പല വാഗ്ദത്തങ്ങളും മക്കൾക്കാണ് നിവർത്തിച്ചിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ സൂക്ഷ്മതയോടെ പഠിക്കുമ്പം നമ്മൾക്ക് ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ധരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അത് കാണാൻ കഴിയുന്നത്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം മക്കൾക്കാണ് നിവർത്തിച്ചിരിക്കുന്നത്. പല വാഗ്ദത്തങ്ങളും മക്കൾക്കാണ് നിവർത്തിച്ചിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങൾ പോലും ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിലല്ല, മക്കളുടെ ജീവിതത്തിലാണ് നിവർത്തിച്ചതെന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. 12-ാമത്തെ വാക്യത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, അങ്ങനെ ഈ വാഗ്ദത്തം കേട്ട്, ഈ വിളി കേട്ട് അബ്രഹാം പുറപ്പെട്ടു. അബ്രഹാം പുറപ്പെടുമ്പം അബ്രഹാമിന് 75 വയസ്സ് പ്രായമുണ്ട്. അബ്രഹാമിന് ഈ ഹാരാനിൽ നിന്ന് അബ്രഹാം പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമാണ്. അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ഈ ദൈവത്തിന്റെ വിളി, അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഏകനായിട്ടാണ് വിളിച്ചത്. എന്നുവെച്ചാൽ, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും അവരെ വിട്ടിട്ട് ഞാൻ നിന്റെ കാണിപ്പാറി ദേശത്തേക്ക് പോകുകയെന്ന്. പക്ഷേ പുറപ്പെട്ടപ്പോ 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നാം കാണുന്ന, ലോത്തുണ്ട്, സാറയുണ്ട്, ആളുകളുണ്ട്, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടാണ് പുറപ്പെട്ടത്. 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. അബ്രഹാമിന്റെ കൂടെ അബ്രഹാമിന്റെ കുറെ ആളുകളുണ്ട്,
എന്ന് മാത്രമല്ല ലോത്തും ഉണ്ട്. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും തന്നോടൊപ്പം ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വിളി എല്ലാ സമയത്തും ഗ്രൂപ്പായിട്ട്, സമൂഹമായിട്ടല്ല, വ്യക്തികളെയാണ് ദൈവം വിളിക്കുന്നത്. വ്യക്തിപരമായ ദൈവത്തിന്റെ വിളി എല്ലാ സമയത്തും വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ വിളി എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ആർക്കും അത് സ്വീകരിക്കാൻ ഉള്ള ഇട ദൈവം വെച്ചിട്ടുണ്ട്. വിളിക്കുന്ന വ്യക്തിപരമായിട്ട് അല്ല. ഒരു കുടുംബത്തിലുള്ള ഒരാളെ വിളിച്ചു എന്നതുകൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ വിളിയുടെ ആ റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. ദൈവം ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിക്കുന്നുണ്ട്. ആ വ്യക്തിപരമായ വിളിയുണ്ട്, സമൂഹപരമായ ഒരു വിളിയും ദൈവത്തിനുണ്ട്. ദൈവം സകല മനുഷ്യരെയും വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മരുതാം ഇങ്ങനെ കാണുന്നുണ്ട്: സൂര്യന്റെ ഉദയം മുതൽ അറുതി വരെ ദൈവം മനുഷ്യനെ വിളിക്കുന്നു. എന്ന് വെച്ചാൽ സൂര്യന്റെ ഉദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രകാശം ഈ ലോകത്തിലേക്ക് വന്ന കാലം മുതൽ തന്നെ ദൈവം മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ വിളി കേൾക്കുന്നവർ വളരെ അപൂർവമാണ്. എന്ന് മാത്രമല്ല, ഏത് മനുഷ്യനും ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് ദൈവം അവരുടെ നിവാസങ്ങൾക്ക്, അവരുടെ ജീവിതത്തിന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നാം അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയാൻ വേണ്ടി, ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള മുഖാന്തരങ്ങൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിളി എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കൂടാതെ വളരെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ദൈവത്തിന്റെ വിളി പലരുടെ മേലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നമ്മൾ പഠിക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചു. മോശയെ ദൈവം വിളിച്ചത് ഇസ്രായേലിന്റെ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു മോശ. ദൈവം മോശയെ വിളിച്ചു. ദൈവം ഏലിയാവിനെ വിളിച്ചു. ദൈവം ഓരോ സമയത്തും ദൈവത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഓരോ വ്യക്തികൾ മുഖാന്തരം ഈ ലോകത്തിൽ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അവരിൽ കൂടെ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ദൈവം ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു എല്ലാ മനുഷ്യരെയും വിളിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ദൈവം യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് ഇന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. എന്നാൽ അത് കൂടാതെ തന്നെ ദൈവം കൃത്യമായിട്ടും ദൈവം ഓരോ വ്യക്തികളെ വ്യക്തിപരമായി വിളിക്കുന്നുണ്ട്. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിന്മേൽ പൊതുവായ വിളി ഞാൻ മുമ്പേ പറഞ്ഞ പോലത്തെ വിളിയുണ്ട്. അത് കൂടാതെ ദൈവം പൗലോസിനെ വളരെ കൃത്യമായിട്ട് വിളിക്കുന്നത്, ദൈവത്തിന്റെ ചില ദൗത്യങ്ങൾ പൗലോസിൽ കൂടെ നിറവേറ്റാൻ വേണ്ടി ദൈവം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്രഹാമിനെ ദൈവം ഇങ്ങനെ വിളിച്ചു, 3 വാഗ്ദത്തങ്ങൾ കൊടുത്തു. അത് അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപേ തന്നെ ദൈവത്തെ അറിയാം. തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് നമ്മൾ കണ്ടു. ഇനി 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാം കനാൻ ദേശത്ത് അബ്രഹാം എത്തി. അപ്പോൾ ഈ കനാൻ ദേശത്ത് എത്തുമ്പോൾ, ഈ കനാൻ ദേശം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു വേക്കന്റ് ആയിട്ട് ആരുമില്ലാത്തൊരു ദേശമല്ല. അവിടെ കനാന്യര് പാർത്തിരുന്നു. ആ കനാൻ ദേശത്ത് അബ്രഹാം കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്ത് എത്തിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, കനാലിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമം ഉണ്ടായ സമയത്ത് അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മിസ്രൈമിലേക്ക് അബ്രഹാം ഇറങ്ങിപ്പോയത് കൊണ്ട് അതിന്റെ 6-ാമത്തെ വാക്യത്തില് കനാൻ ദേശത്തെത്തി. 7-ാമത്തെ വാക്യം പറയുമ്പോൾ, അന്ന് കനാന്യർ അവിടെ പാർത്തിരുന്നു, നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കുമെന്ന് അബ്രഹാം അരുളിച്ചു. ഈ 12-ാം അധ്യായത്തിന്റെ മിസ്രൈമിലെത്തിയപ്പോ അബ്രഹാമിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് അബ്രഹാമിന്റെ ഭാര്യ സാറ സുന്ദരിയായ സ്ത്രീയായിരുന്നു. അപ്പൊ ഈ മിസ്രൈമിലുള്ള ആളുകള് ഈ തന്റെ ഭാര്യയെ കാണുമ്പോൾ ഈ അബ്രഹാമിനെ കൊന്ന് ഈ ഭാര്യയെ അവരുടെ അവർക്ക് രാജാവിന്റെ ഭാര്യയായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അബ്രഹാം മുൻകൂട്ടി കണ്ടതുകൊണ്ട് സാറായോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അബ്രഹാം പറയുന്നു, അത് ഞാൻ നിന്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആണെങ്കിൽ അവരെന്നെ കൊല്ലത്തില്ല എന്ന് മാത്രമല്ല ഒരുപാട് നന്മകളും കിട്ടും.
അപ്പോൾ എന്ത് ചെയ്ത ഈ അബ്രഹാമിന്റെ ഭാര്യ സാറ അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ചെയ്തു. സഹോദരിയാണ്. നമ്മള് പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ അവിടെ ഭാര്യ ഭർത്താവ് അവരുടെ ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം, അല്ല അവരുടെ അനുസരണത്തിന്റെ രീതിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ സാറായെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് 1 പത്രോസ് 3:6 അവിടെ വായിക്കുന്നത് സാറ അബ്രഹാമിന് സകലത്തിന് കീഴടങ്ങിയിരുന്നു. എന്നിട്ട് പറയുന്നത് യാതൊരു ഭീഷണിയും ഭയപ്പെടാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീരുന്നുണ്ട്. അപ്പോ അവിടെ നമ്മൾ കാണുന്ന കാര്യം, ഈ വാസ്തവത്തിൽ അബ്രഹാമിനും അറിയാം സാറായ്ക്കും അറിയാം അവർ ഭാര്യയും ഭർത്താവാണെന്നുള്ള സത്യം ദൈവത്തിനും അറിയാം. പക്ഷെ പിടിച്ചു കൊണ്ടുപോയ രാജാവിന് അറിഞ്ഞുകൂടാ. അപ്പോ ഇത് വാസ്തവത്തിൽ അബ്രഹാമിന് തന്റെ ഭാര്യ ആയിരിക്കുന്ന സാറ അബ്രഹാമിന് കീഴടങ്ങിയിരുന്നെന്ന് തന്നെ അവിടെ വായിക്കുന്നത്. ഒരിക്കലും അബ്രഹാമിനെ വിഘടിച്ചിട്ട് എനിക്കങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ലെന്നോ അങ്ങനൊന്നും സാറ അബ്രഹാമിനോട് തിരിച്ചു പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞ പോലെ സാറ ചെയ്തു. പക്ഷെ സാറ ചെയ്യുമ്പം അവിടെ വായിക്കുന്ന കാര്യം, യാതൊരു ഭീഷണിയും പേടിച്ചില്ല. എന്നുവെച്ചാൽ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അവന് ഭാര്യയായി തീരണമല്ലോ എന്നുള്ള ഒരു ഭീഷണി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാരകമായ ഒരു അവസ്ഥ ഈ പോകാൻ നേരത്ത് ഈ സാറ ഭയപ്പെട്ടില്ല. ഭയപ്പെടാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭയപ്പെടാതിരുന്നതിന്റെ കാരണം നമ്മൾ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ അപ്പോസ്തലപ്പെടുത്തി നമ്മൾ വായിക്കുന്നു, അബ്രഹാമിന്റെ ഭാര്യയായ സാറ ഈ രാജാവ് സ്വന്തം ഭാര്യയായിട്ട് പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ദൈവം ഈ രാജാവിനെ സന്ദർശിച്ചിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ രാജാവിന്റെ ജീവിതത്തിൽ ദൈവം അയച്ചു. ആ ദൈവം തന്നെ ഈ രാജാവിനോട് പറയുന്നു എന്ന് നമുക്ക് അതിന്റെ താഴോട്ടുള്ള വാക്യം മനസ്സിലാവും. രാജാവിനോട് ആരും പറഞ്ഞില്ല ഇത് അബ്രഹാമിന്റെ ഭാര്യയാണെന്ന്. മനുഷ്യരാരും രാജാവിനോട് പറഞ്ഞില്ല. എന്നാൽ നേരെ മറിച്ച് ഈ അബ്രഹാമിനെ വിളിച്ചിട്ട് ഈ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇത് നിന്റെ ഭാര്യയാണല്ലോ, നിന്റെ ഭാര്യയെ എനിക്ക് ഭാര്യ എടുക്കാൻ സംഗതി വന്നു പോയല്ലോ എന്ന് ഈ രാജാവ് അബ്രഹാമിനോട് പറയും. അബ്രഹാം പറഞ്ഞത് രാജാവിനോട് പറയണം എന്ന് പറഞ്ഞത് പെങ്ങളാണ് പറഞ്ഞത്. പക്ഷെ രാജാവ് അബ്രഹാമിനോട് തിരിച്ചു പറയുന്നു, ഇത് നിന്റെ ഭാര്യയാണല്ലോ എന്ന് രാജാവ് അബ്രഹാമിനോട് പറയത്തക്ക വിധത്തിൽ ആ രീതിയിൽ ദൈവം ഈ രാജാവിനോട് ഇടപെട്ടു. അപ്പോ അനുസരിക്കുന്ന കാര്യത്തിൽ, യഥാർത്ഥമായി ദൈവപ്രമാണം നമ്മൾ അനുസരിക്കുന്ന കാര്യത്തിൽ അതിന്റെ അനന്തരമായിട്ടുണ്ടാകുന്ന അനന്തര ഫലം ഭയങ്കര ഭയാനകമായിരിക്കുമല്ലോ എന്നുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം, ഒരു സത്യം ഈ ഭാഗത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാൻ ഈ ദൈവവചനം അനുസരിച്ചാൽ എനിക്കുണ്ടാകുന്ന വിപത്ത് വലുതായിരിക്കും, അല്പമല്ലാത്ത പ്രയാസം എനിക്കുണ്ടാകും എന്ന് നമ്മൾ ഭയപ്പെട്ടിട്ട് ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുവാണെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവമാണ് ആ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതും എന്നുള്ള ഒരു സത്യം നമുക്ക് ഇവിടെ ഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഇവളെ മടക്കി അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിനെയും ഈ സാറയെയും കൂടെ ഈ രാജാവിന്റെ ആളുകൾ തന്നെ അവിടുന്ന് മടക്കി അയക്കുന്നതായിട്ട്, അവരുടെ ദേശത്തേക്ക് മടക്കി അയക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഈ അബ്രഹാം ചെയ്യുന്നത്, അതിനുശേഷം അവൻ തെക്കോട്ട് യാത്ര ചെയ്തു. പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തത് 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഇവള് രാജാവ് അബ്രഹാമിനെ മടക്കി കൊടുത്തു. അവര് പിന്നെയും അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്തു.
അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത് സ്ത്രീ അരമനയിൽ പോകേണ്ടി വന്നു. 12-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ അബ്രഹാം, ഈ സ്ത്രീ അബ്രഹാമിന്റെ സഹോദരി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അബ്രഹാമിന് ഈ രാജാവ് ഒരുപാട് നന്മകൾ ചെയ്യുന്നതായിട്ട് നമ്മളോട് കാണുന്നുണ്ട്. അതിനുശേഷം ദൈവം രാജാവിനെ സന്ദർശിച്ചു, ഈ സ്ത്രീയെ അബ്രഹാമിന് മടക്കി കൊടുത്തു. ഈ അബ്രഹാമും തന്റെ ഭാര്യ സാറായും കൂടി മടങ്ങി തന്റെ സ്വന്തം സ്ഥലത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ കാര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കാൻ മനസ്സ് വെക്കുവാണെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി കരുതുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമായിരിക്കും. ദൈവം നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്യും. 12-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഫറവോൻ അവനെക്കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവന്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. മിസ്രയീമിൽ നിന്ന് അബ്രഹാമിനെ രാജാവ് തന്നെ പറഞ്ഞയക്കുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. ഇപ്പോഴും ഈ അബ്രഹാമിന്റെ കൂടെ ഭാര്യ മാത്രമല്ല ഉള്ളത്, ലോത്തും ഉണ്ട്. ദൈവത്തിന്റെ അബ്രഹാമിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളി, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാവരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പിക്കുന്ന ദേശത്തേക്ക് പോകുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ സമയത്തും നമ്മൾ ഒരു കാര്യം കാണുന്നത്, ലോത്ത് തന്നോട് കൂടെ ഉണ്ട്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താനും ഇങ്ങനെയാണ് വിളിച്ചത്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ മാത്രം പിൻപറ്റാൻ മനസ്സ് വെക്കുന്നവരുടെ മേലാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളി യഥാർത്ഥമായിട്ട് വസിക്കുന്നത്. അവിടെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഭാര്യയെയും മക്കളെയും നിലങ്ങളെയും എന്ന് മാത്രമല്ല സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുക, അങ്ങനെ പകയ്ക്കാതിരിക്കുന്നവന്റെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ശിഷ്യത്തിലേക്കുള്ള വിളിയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതും, നിനക്കുള്ളത് നിന്റെ പിതൃഭവത്തെയും ചാർച്ചക്കാരെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിക്കുക ദേശത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു അബ്രഹാമിന്റെ വിളി. 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുമ്പോൾ, കന്നുകാലി, പൊന്ന്, വെള്ളി ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബെഥേൽ വരെയും ബെഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്ന് അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം 4 പ്രാവശ്യം യാഗപീഠം ഉണ്ടാക്കുന്നതും ആരാധിക്കുന്നതുമായിട്ട് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തെ അബ്രഹാം ഒരു യാഗപീഠം ഉണ്ടാക്കി അവിടെ ആരാധിക്കുകയാണ്. ഈ സമയത്തും ലോത്ത് തന്നോടൊപ്പം ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വിളിയിൽ നാം വിശ്വസ്തരായി ആ വിളിയിൽ നമ്മുടെ ഹൃദയം മനസ്സ് ഉറപ്പിക്കുവാണെങ്കിൽ ആ വിളിയുടെ പൂർത്തിയിൽ നമ്മളെ എത്തിക്കുക എന്നുള്ള കടമ അല്ല കർത്തവ്യം അല്ല, അതിനുവേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിന് ഒരുപാട് സമ്പത്തുണ്ടായി, അബ്രഹാമിനും ലോത്തിനും ഉണ്ടായി. 2 പേർക്ക് സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സമ്പത്ത് ഇവർക്ക് തമ്മിൽ ഒന്നിച്ചു പോകാൻ ഒരു തടസ്സമായി വന്നു. അതുകൊണ്ട് അബ്രഹാമും ലോത്തും തമ്മിൽ ഒരു തീരുമാനമെടുത്തു, നമ്മൾ തമ്മിൽ സഹോദരന്മാരാണ്, നമ്മൾ സഹോദരന്മാരായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പരസ്പരം കലഹിച്ച് വിഘടിച്ച് ജീവിക്കേണ്ടവരല്ല. നേരെ മറിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ കലഹിച്ചും വിഘടിച്ചും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്നതാണ്. അങ്ങനെ ഇവർ തീരുമാനം എടുത്തു. ആ തീരുമാനം ആദ്യമേ അവസരം കൊടുത്ത ലോത്തിനാണ്. ദൈവം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഈ സ്ഥലമെല്ലാം
നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ വിശാലമായ ഈ ഭൂപ്രദേശം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം ആദ്യമേ നിനക്ക് തരുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവിടെ ലോത്ത് നോക്കിയപ്പോൾ ലോത്തിനും ഒരുപാട് ആടുമാടുകളും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ലോത്തിന്റെ ഉള്ളിലുള്ള തീരുമാനം, ലോത്ത് ഇങ്ങനെ തീരുമാനിച്ചു. ഉള്ളില് ഒരുപാട് കന്നുകാലികളുള്ളതുകൊണ്ട് ആടുമാടുകൾക്കും കന്നുകാലികൾക്കൊക്കെ മേച്ചിൽപ്പുറങ്ങളായിട്ട് യോർദാന്റെ ഈ തീരമൊക്കെ അതിന് പറ്റിയ സ്ഥലമാണ്. ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് ആ ഭാഗങ്ങളെല്ലാം ലോത്ത് തെരഞ്ഞെടുത്തതിന് ശേഷം ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. നമ്മളോട് വായിക്കുന്നത് അവിടെ ലോത്ത് തെരഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന സ്ഥലം അത് അത്ര ഫലപുഷ്ടമായ സ്ഥലമായിരുന്നില്ല. നേരെ മറിച്ച് മരുഭൂമിയായിരുന്നു. ആ സ്ഥലം അബ്രഹാം തെരഞ്ഞെടുത്തില്ല, ദൈവം അബ്രഹാമിന് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്തു. ഇതിന്റെ അനന്തരഫലം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ഇന്ന് ജീവിക്കുന്ന നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ലോത്ത് തെരഞ്ഞെടുത്ത നീരോട്ടമുള്ള ആടുമാടുകൾക്ക് മേച്ചിൽപ്പുറമായി ലോത്ത് തെരഞ്ഞെടുത്ത ഈ സ്ഥലം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലം ആയപ്പോഴേക്ക് തന്നെ അത് പന്നികൾ മേയുന്ന സ്ഥലമായിട്ട് അധപ്പതിച്ചു പോയി. എന്നാൽ ദൈവം അബ്രഹാമിന് കൊടുത്ത സ്ഥലം ഇന്നും അബ്രഹാമിന്റെ അനന്തര പരമ്പരകളായ ഇസ്രായേൽ മക്കൾ ഇന്നും അത് കൈവശം വെച്ച് അവരിന്നും അതിൽ പാർക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആത്മീയമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു, അതോ തിരഞ്ഞെടുക്കാനുള്ള അവസരം നാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വീക്ഷണമാണ്. ഈ കാലത്ത് പ്രത്യേകിച്ചും നാം കാണുന്നത്, എന്ത് തിരഞ്ഞെടുക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള താല്പര്യപ്രകാരമാണ്. അത് ദൈവത്തിന്റെ താല്പര്യമാണോ എന്ന് അന്വേഷിക്കുന്നവര് വളരെ വിരളമാണ്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, വളരെ താരതമ്യേന വളരെ ചുരുക്കമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നത് പോലും വളരെ ലളിതമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം പലരും അറിയുന്നത്. നാം വിചാരിക്കുന്ന കാര്യം വിചാരിക്കുന്ന പോലെ നടക്കുവാണെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും, അതിന് എന്തെങ്കിലും തടസ്സം നേരിടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടമല്ലെന്നും ഉള്ള ചിന്തയാണ് പലരുടെയും ജീവിതത്തിൽ. അങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ പോലും അതിന് തടസ്സമുണ്ടാകാൻ പലപ്പോഴും സാധ്യതകളൊന്നുമില്ല. ഇവിടെ നമ്മൾ ലോകത്ത് ഈ സ്ഥലം തിരഞ്ഞെടുത്തപ്പം അതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. അബ്രഹാമിന് വേണ്ടി ദൈവം കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ ഇതിന്റെ ദൈവം ഒരുവന് കൊടുത്തതാണോ അതോ സ്വയം തന്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതാണോ എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ ലോക ജീവിതത്തിൽ പോലും അതിന്റെ എൻഡ് റിസൾട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ തെറ്റായിരുന്നു എന്ന് നിത്യതയിൽ ദൈവ മുൻപാകെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, ഭൂമിയിൽ നമ്മൾ ആയിരുന്നപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയിരുന്നു എന്ന് ഗ്രഹിക്കാൻ അന്ന് ഒരു മനുഷ്യന് ചിലപ്പോൾ കഴിഞ്ഞുള്ളൂ എന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എല്ലാം, ഏത് തെരഞ്ഞെടുപ്പുകളും ദൈവത്താലും ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ ദൈവം നമുക്ക് തരുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമേ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമേ നമ്മളെ ഈ ലോകത്തിലും നിത്യതയിലും സന്തോഷത്തോടെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സമാധാനത്തോടെ ഈ ഭൂമിയിലും വരാനുള്ള നിത്യതയിലും ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാകത്തുള്ളൂ. നമ്മുടെ സ്വന്തമായ തെരഞ്ഞെടുപ്പുകൾ ഈ കാലത്ത് വളരെ അധികമായി മറ്റുള്ള കാലത്തേക്കാൾ അപേക്ഷിച്ച് സ്വന്തമായ തെരഞ്ഞെടുപ്പുകൾ ഉള്ള കാലമാണ്. ഞാൻ ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായം നമ്മൾ പഠിച്ചല്ലോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ പുത്രന്മാര് മനുഷ്യന്റെ പുത്രന്മാര് സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു എഴുതിയിരിക്കുന്നു. തങ്ങൾക്ക് ബോധിച്ചവര്.
പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഒരു നിമിഷം കണ്ണുപിടിച്ചാൽ ഈ ഒരു സത്യം ഇന്ന് എത്രയോ സത്യമാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഈ കാലത്തെ ഭാര്യ ഭർത്തൃ തെരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ യുവതി യുവാക്കളുടെ ഭാര്യ ഭർത്താക്കന്മാരാകാനുള്ള തെരഞ്ഞെടുപ്പുകൾ ഒട്ടുമുക്കാലും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും അവർ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുക്കുന്നു. അത് ദൈവത്തിന് ബോധിച്ചതാണോ എന്നുള്ള അന്വേഷണം വളരെ വിരളമാണ്, വളരെ വിരളമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. അത് ഒരു പക്ഷെങ്കിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും തന്നെ സ്വന്തമായ തെരഞ്ഞെടുപ്പുകളാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന്റെ അന്തം വളരെ ശോചനീയവും പരാജയവും ആയിരിക്കും എന്ന് ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള പഠിക്കലിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ലോകത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ചെറുതോ വലുതോ ആയ നമ്മുടെ ഏത് തെരഞ്ഞെടുപ്പുകളും അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണോ, ദൈവമാണോ ആ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ളത്, അതോ ഞാൻ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ തന്നെയാണെങ്കിൽ എന്റെ തെരഞ്ഞെടുപ്പുകൾ 100% തെറ്റിപ്പോൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രത്യക്ഷത്തിൽ പ്രഥമദൃഷ്ടിയ ഒരു അബദ്ധമാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണെങ്കിൽ പോലും അതിന്റെ അന്തം മഹാസന്തോഷമായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.